സ്കൂളിലും നാട്ടിലും എല്ലാം ഒരുപാട് കളിയാക്കലുകൾ ഏറ്റുവാങ്ങിയ ഒരു പയ്യൻ. മന്ദബുദ്ധി എന്ന് വിളി കേട്ട് തലകുനിച്ച് നടക്കേണ്ടി വന്ന ഒരു പാവം ബാലൻ. അവൻ്റെ അധ്യാപകർ പോലും ഈ കുട്ടി ഒരിക്കലും പഠിക്കില്ല എന്ന് വിധി എഴുതിയ ഒരു പയ്യൻ. പക്ഷെ അവൻ്റെ അമ്മയ്ക്ക് അവനെ വിശ്വാസമായിരുന്നു. ഇന്നല്ലെങ്കിൽ നാളെ അവൻ വിജയിക്കും എന്ന് തന്നെ ആ അമ്മയ്ക്ക് ഉറപ്പായിരുന്നു. അങ്ങനെ ആ അമ്മയ്ക്ക് അറിയാവുന്ന പോലെ എല്ലാം പഠിപ്പിച്ചു. പിന്നീട് അവൻ്റെ മനസ്സിൽ ഒരു ആശയം തോന്നി. ആ ആശയം വികസിപ്പിച്ച് ലോകത്തെ പരിചയപ്പെടുത്തണം എന്ന് അവന് തോന്നി. അതിനായി അവൻ പരിശ്രമം തുടങ്ങി. ആദ്യത്തെ പരിശ്രമം പരാജയപ്പെട്ടു, രണ്ടാമത്തെ പരിശ്രമം പരാജയപ്പെട്ടു. അങ്ങനെ പരാജയപ്പെട്ടെങ്കിലും അവൻ വീണ്ടും അവൻ്റെ പരിശ്രമം തുടർന്നുകൊണ്ടേയിരുന്നു. തോൽക്കില്ല എന്ന ദൃഢനിശ്ചയത്തിൽ തന്നെ ആ പരിശ്രമങ്ങൾ തുടർന്നുകൊണ്ടേയിരുന്നു. അവൻ്റെ ഈ പരിശ്രമം കണ്ട് നാട്ടുകാരെല്ലാം വീണ്ടും അവനെ കളിയാക്കി. നീ നിന്റെ സമയമാണ് ഈ കളഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്നെല്ലാം പലരും കുറ്റപ്പെടുത്തുകയും ചെയ്തു. അപ്പോൾ അദ്ദേഹം നാട്ടുകാരോടും എല്ലാം പറഞ്ഞത്, ഒരിക്കലും ഈ പരീക്ഷണങ്ങളിലൂടെ ഞാൻ പരാജയപ്പെടുകയല്ല ചെയ്തത്, മറിച്ച് എനിക്കെൻ്റെ ലക്ഷ്യത്തിലേക്ക് എത്താൻ കഴിയാത്ത വഴികളാണ് ഇതെല്ലാം എന്ന് അറിയാൻ സാധിച്ചതാണ് എൻ്റെ ഈ പരിശ്രമങ്ങളുടെ വിജയം. എങ്കിലും ഞാൻ എൻ്റെ ലക്ഷ്യത്തിലേക്ക് എത്തും എന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. അദ്ദേഹത്തിൻ്റെ ഈ വാക്കുകൾ മറ്റുള്ളവർക്കെല്ലാം പ്രചോദനമായി. തോൽവികളെയെല്ലാം മറികടന്ന് ഒരിക്കൽ അവന് വിജയം ഉറപ്പാണ് എന്ന് അവനക്കൊരു ആത്മധൈര്യമുണ്ടായിരുന്നു. അങ്ങനെ ഒടുവിൽ അദ്ദേഹം തൻ്റെ ലക്ഷ്യത്തിലേക്കെത്തി. ഏകദേശം 10,000-ഓളം തവണ പരീക്ഷണങ്ങൾ നടത്തി പരിശ്രമിച്ച് പരാജയപ്പെട്ട അദ്ദേഹം അവസാനം വിജയം കണ്ടെത്തി. ആ അവസാനത്തെ പരീക്ഷണത്തിലൂടെ ലോകം കണ്ടത് ഒരു ചില്ലുകുപ്പിയിലൂടെ വെളിച്ചമായിരുന്നു. ലോകം കണ്ടതിൽ വച്ച് ഏറ്റവും പ്രശസ്തനായ തോമസ് ആൽവ എഡിസൺ ആയിരുന്നു ആ ബാലൻ. അത്രയും തവണ പരാജയപ്പെട്ടപ്പോഴും അദ്ദേഹത്തിനുണ്ടായ ആത്മധൈര്യം, അതാണ് നമ്മളിൽ പലർക്കും ഇന്നുമില്ലാത്തത്. എത്രയും പരാജയപ്പെട്ടാലും നമ്മൾ നമ്മുടെ ലക്ഷ്യത്തിലേക്ക് എത്തും എന്ന ദൃഢനിശ്ചയമുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നമ്മളും ആ ലക്ഷ്യത്തിലേക്ക് എത്തും. നിങ്ങളിൽ ഒരാൾക്കെങ്കിലും ഈ കഥ, എൻ്റെ അവതരണം ഇഷ്ടപ്പെട്ട് കാണുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം.